ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമായിട്ടാട്ടോ ഞാൻ വന്നത്. ഞങ്ങളിവിടേക്ക് ഇതൊക്കെ തേങ്ങാമുറി കേട്ടോ ഈ പലഹാരത്തിൻ്റെ പേര്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉള്ളിയാണ്. 2 വലിപ്പമുള്ള ഉള്ളിയാണ് കേട്ടോ. ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില കരിവേപ്പാട്ടോ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയാണ്. നല്ലോണം ഇളക്കി എല്ലായിടത്തും നല്ല മസാല ആവുന്ന വിധം നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല മസാല ആയതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫാക്കിക്കാണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളകും ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കോഴിമുട്ടാണ്. ഞാൻ എടുത്തത് ഒരു 4 കോഴിമുട്ടാണ് കേട്ടോ. ഈ മിക്സ് ചെയ്ത് വെച്ചതും ഈ കോഴിമുട്ടയും കൂടി ഇതേപോലെ പൊതിഞ്ഞു കൊടുക്കുക. നല്ല രീതിയിൽ പൊതിഞ്ഞ് കൊടുത്തിട്ട് കോഴിമുട്ട ഒന്ന് ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. പിന്നെ ബ്രെഡ് പൊടിയാണ്. ബ്രെഡ് പൊടിയിലേക്ക് ഇങ്ങനെ ചുറ്റും ബ്രെഡ് പൊടിയാക്കി കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്ന് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്ന് തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് പൊരിച്ച് കൊടുക്കണേ. ഇനി കളറായി വരുമ്പോൾ മാറ്റി വെക്കുക. ബാക്കി എല്ലാതും ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അത് യെല്ലോ, വൈറ്റ്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.